കാര്യവട്ടത്ത് ശ്രീലങ്കയ്ക്കെതിരെ പരമ്പര തൂത്തുവാരിയിരിക്കുകയാണ് ഇന്ത്യ. പരമ്പര 5-0 ഇന്ത്യ സ്വന്തമാക്കിയത്. കാര്യവട്ടത്ത് നടന്ന അവസാന മത്സരത്തിൽ 15 റൺസിനാണ് ശ്രീലങ്കയെ പരാജയപ്പെടുത്തിയത്. 68 റൺസെടുത്ത ക്യാപ്റ്റൻ ഹർമൻപ്രീത് കൗറിന്റെ പ്രകടനമാണ് ഇന്ത്യക്ക് മികച്ച സ്കോർ സമ്മാനിച്ചിരിക്കുന്നത്. ടി എസ് ഹരികൃഷ്ണ വിവരങ്ങളുമായി ചേരുകയാണ്. ഹരി, ലോക ചാമ്പ്യന്മാർ അങ്ങനെ പരമ്പര തൂത്തുവാരി എന്ന് നമ്മൾ പറയാറുണ്ട്. അക്ഷരാർത്ഥത്തിൽ 5 മത്സരങ്ങളും വിജയിച്ച് പരമ്പര തൂത്തുവാരിയിരിക്കുന്നു അല്ലെ? ഈ 5 മത്സരങ്ങളിലും ഏകപക്ഷീയമായിരുന്നു ഇന്ത്യയുടെ വിജയം. ഒരു മത്സരത്തിലും ഇന്ത്യക്ക് ഒരു ഘട്ടത്തിൽ പോലും ഭീഷണി ഉയർത്താൻ ശ്രീലങ്കൻ ബാറ്റർമാർക്കോ ബൗളർമാർക്കോ കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്ന് കാര്യവട്ടം സ്പോർട്സ് ഹബിൽ നടന്ന 5ാമത്തെയും അവസാനത്തെയും മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ 7 വിക്കറ്റ് നഷ്ടത്തിൽ 175 റൺസാണ് എടുത്തത്. 68 റൺസ് എടുത്ത ക്യാപ്റ്റൻ ഹർമൻപ്രീത് കൗറിന്റെ പ്രകടനമാണ് ഇന്ത്യക്ക് മികച്ച സ്കോർ ഇന്ന് സമ്മാനിച്ചത്. മറുപടി ബാറ്റിംഗിൽ ശ്രീലങ്കയ്ക്ക് 7 വിക്കറ്റ് നഷ്ടത്തിൽ 160 റൺസ് എടുക്കാനേ കഴിഞ്ഞുള്ളൂ. വനിതാ 2020 മത്സരത്തിൽ ഇന്ന് ഒരു മുഹൂർത്തത്തിന് കൂടി കാര്യവട്ടം സ്പോർട്സ് ഹബ് സാക്ഷ്യം വഹിച്ചു. അതായത് വനിതാ 2020 മത്സരത്തിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടുന്ന വനിതാ താരമായി ഇന്ത്യയുടെ ദീപ്തി ശർമ്മ മാറിയിരിക്കുകയാണ്. ഓസ്ട്രേലിയയുടെ മെഗാൻ ഷട്ടിന്റെ റെക്കോർഡാണ് ദീപ്തി മറികടന്നത്. 2020-ൽ ദീപ്തിയുടെ വിക്കറ്റ് നേട്ടം 152 ആയിരിക്കുകയാണ്. അങ്ങനെ 5 മത്സരങ്ങളുടെ പരമ്പര 5-0 ഏകപക്ഷീയമായി സ്വന്തമാക്കിയാണ് ഇന്ത്യ കാര്യവട്ടത്ത് നിന്ന് തിരുവനന്തപുരത്ത് നിന്ന് മടങ്ങുന്നത്. ഈ ക്രിക്കറ്റ് ചരിത്രത്തിൽ ഇന്ത്യയുടെ പരമ്പര നേട്ടം 5 മത്സരങ്ങളുടെ പരമ്പര 5-0 ഇത് 3ാം തവണയാണ് ക്ലീൻ സ്വീപ്പായി ഇന്ത്യ നേടുന്നത്. തീർച്ചയായിട്ടും ടി എസ് ഹരികൃഷ്ണയാണ് വിവരങ്ങൾ നൽകുന്നത്. ദീപ്തി ശർമ്മയ്ക്ക് ലോക റെക്കോർഡ്, ഒപ്പം തന്നെ ഇന്ത്യക്ക് ഏകപക്ഷീയമായിട്ടുള്ള ജയം ശ്രീലങ്കയ്ക്കെതിരെ.